അത് തിരിച്ചറിയുമ്പോ ഇന്ദ്രൻ എന്റെ അടുത്തേക്ക് തിരിച്ചു വരും. അതിന് അവൻ നിന്നെ വിട്ടുപോയെന്ന് ആരാ പറഞ്ഞത്? ഇന്ദ്രൻ അങ്ങനെ പോവാനൊന്നും പറ്റില്ല സുശീലേ. കഴിഞ്ഞതൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കുന്നവനല്ല ഇന്ദ്രൻ. ഇതേ നിന്റെ ഇന്ദ്രൻ നിനക്ക് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാ. നിനക്കുള്ള വിഷുക്കോടിയും വിഷുക്കൈനീട്ടവും ഇതിലുണ്ട്. ഇത് വാങ്ങിക്കൂ സുശീലേ. വേണ്ട ഭാനുമ്മേ, എന്റെ കയ്യിൽ തരാൻ അവന് മടിയാണെങ്കിൽ എനിക്കിത് വാങ്ങിക്കാനും മടിയാ. എനിക്കിത് വേണ്ട ഭാനുമ്മേ. വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സുശീലേ? എനിക്ക് നിന്നെ ഇത് ഏൽപ്പിച്ചല്ലേ പറ്റൂ. നിനക്കിത് കയ്യിൽ വാങ്ങാൻ മടിയാണെങ്കിൽ നീ മേടിക്കണ്ട. ഞാനിതിവിടെ വെച്ചിട്ട് പോവാം. നിന്റെ മനസ്സ് പറയുമ്പോ നീ ഇതെടുത്താ മതി. സുശീലേ, നീ ഇന്ദ്രനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നഷ്ടം നിനക്കാണെങ്കിലും സങ്കടം ഇന്ദ്രനാ. അവൻ അതിൽ നിന്ന് എങ്ങനെ കരകയറാൻ പറ്റുമെന്ന് ദൈവത്തിനെ അറിയൂ. ദൈവത്തിന് മാത്രം. മോനെ സത്യ. ഭാനുമേ, അമ്മ എന്തു പറഞ്ഞു? എന്തു പറയാനാ? ഓ, അവൾക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഇന്ദ്രനേൽപ്പിച്ച വിഷുക്കോടി അവള് കയ്യിൽ വാങ്ങാൻ തയ്യാറായില്ല. ഞാനതവിടെ വെച്ചിട്ട് പോന്നു. അതിന് തടസ്സമൊന്നും പറഞ്ഞില്ല. അതിനർത്ഥം അവളത് നിരസിച്ചില്ലെന്നാണല്ലോ. എന്നാൽ ഇത്രയും വലിയ ദ്രോഹം ഏട്ടനോട് ചെയ്തിട്ടും ഏട്ടന്റെ കടമ ഏട്ടൻ മറന്നില്ലല്ലോ. ഇതുപോലൊരു മകനെയാണല്ലോ ഈശ്വര അമ്മ തള്ളിക്കളഞ്ഞത്. അതിന്റെ നഷ്ടം നമ്മുടെ അമ്മ അറിയാൻ പോകുന്നുള്ളൂ സോനെ. ഇന്ന് അതിന്റെ ഒരു തുടക്കം മാത്രമാ. ഇനി നമ്മുടെ അമ്മയുടെ ജീവിതത്തില് സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ തോന്നല സത്യേട്ടാ. അമ്മ അമ്മയുടെ സന്തോഷം എങ്ങനെയും കണ്ടെത്തും. ഇന്നമ്മ ഒറ്റപ്പെട്ടു പോയത് ഹർഷ സ്ഥലത്തില്ലാത്തോണ്ടാ. അല്ലെങ്കിൽ അമ്മയുടെ വിഷു ആഘോഷം അവളോടൊപ്പം ആകുമായിരുന്നു. ഹർഷയ്ക്ക് എത്ര കാലം നമ്മുടെ അമ്മയെ കൂടെ കൊണ്ടുനടക്കാൻ പറ്റും സോനെ? ഇന്ദ്രേട്ടനിലൂടെയല്ലേ അവൾ നമ്മുടെ അമ്മയുമായിട്ട് ബന്ധം സ്ഥാപിച്ചത്. അപ്പൊ പിന്നെ ഇന്ദ്രേട്ടനുമായി ബന്ധമില്ലാത്ത അമ്മയെ അവൾക്ക് എന്തിനാ? അതെ മോളെ, ഇന്ദ്രനില്ലെങ്കിൽ സുശീലയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അമ്മയെ തള്ളിക്കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൾക്കൊരബദ്ധം പറ്റി. അതിന്റെ ശിക്ഷ അവൾ അനുഭവിച്ചോട്ടെ. പക്ഷേ നിങ്ങളുടെ പെറ്റമ്മയോട് നിങ്ങൾക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അത് നിങ്ങൾ മറക്കരുത്. മറക്കരുത് മക്കളെ. ഉച്ചയ്ക്ക് സദ്യ കഴിക്കുമ്പോഴെങ്കിലും നിങ്ങൾ അമ്മയെ വിളിച്ച് കൂടെ ഇരുത്തണം. ഇല്ലെങ്കിൽ സുശീലയ്ക്ക് അതൊരു വലിയ വേദനയാവും. വേദനിക്കണം? അമ്മയെ ദൈവത്തെ പോലെ കരുതിയ ഞങ്ങളുടെ ഏട്ടനെ വേദനിപ്പിച്ചതല്ലേ? ആ മകന്റെ വില എന്താണെന്ന് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയെ പഠിപ്പിച്ചിരിക്കും.